കല്യാണം കഴിച്ച എത്രയോ പേരെ എനിക്കറിയാം. ഒന്ന് നോക്കിയാ നല്ലൊരു പ്രപ്പോസലാണിത്. 2 തലമുറയ്ക്ക് കഴിയാനുള്ള സ്വത്ത് ഇപ്പൊ തന്നെ ഉണ്ട്. തീരെ ഒന്ന് എസ് മൂളിയാൽ മുകുന്ദൻ നാളെ ഒരു കോടീശ്വരനാ. മനുഷ്യരുടെ തീ ചവിട്ടി നിൽക്കുമ്പോൾ അവന്റെ ഒരു പുളിച്ച തമാശ. എന്റെ അടുത്ത് ചൂടാവുന്ന എന്തിന്? തന്നെ കാലെടുത്ത് തീയിലോട്ട് വെച്ചതല്ലേ. ആ പെണ്ണുമായിട്ട് ക്ലോസ് ആയിട്ട് ഇടപഴകിയപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇത് ഗോൽമാൽ ഗുലുമാല് തന്നെ. നിന്നോട് ചോദിച്ചപ്പോ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ധൈര്യമായിട്ട് മുമ്പോട്ട് പോ എന്ന് നീ പറഞ്ഞല്ലേ? അത് ഞാൻ പറഞ്ഞു. പക്ഷെ ആ ജഡായു പെണ്ണിന് വേണ്ടി അയാള് ഭർത്താവിനെ തേടിനടക്കാന്ന് ഞാൻ അറിഞ്ഞോ? വല്ലാത്ത ഊരാക്കുടുക്കിലാ ചെന്നപ്പെട്ടത്. എല്ലാം തുറന്നു പറഞ്ഞാൽ 2 പേരുടെയും ജോലി പോകും. അത് പോട്ടെന്ന് വെക്കാം. സ്വപ്നയ്ക്ക് ചെലവായ 1.5 ലക്ഷം ഉടനെ കൊടുക്കേണ്ടി വരും. പലതും വിറ്റുപെറുക്കി അതും കൊടുക്കാമെന്ന് വെക്കാം. നുണ പറഞ്ഞതിനുള്ള ശിക്ഷ പിന്നെയും ബാക്കി കിടക്കും. അയാൾ തുളച്ചുകളെ എല്ലാത്തിനെയും. ഒരു വഴിയെ ഞാൻ കാണുന്നുള്ളൂ. ഒളിച്ചോട്ടം. ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തി കിടക്കുക. സീതയ്ക്കും കൂടെ ഒരു വിസ ഒപ്പിക്കാൻ നോക്ക്. അതൊന്നും അത്ര എളുപ്പമല്ല. എങ്കിൽ പിന്നെ നിനക്ക് ഒരു ഭാര്യയും കൂടെ ഇരിക്കട്ടെ നോക്കാം. ഗോവിന്ദകുട്ടി, പിന്നെ എന്ത് ചെയ്യും? നീ ഇവിടെ കെട്ടിക്കോ. ഓ, ചെലവാത്ത സാധനമൊക്കെ എന്റെ തലയിൽ കെട്ടി വെക്കാന്നോ? അവളുടെ കാല് പിടിച്ച് പറയുക, വല്ല വിധേന ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ. അതേ ഉള്ളൊരു മാർഗം. എന്തേ? സാർ, പലിശക്ക് പണം വാങ്ങിയാണ് ടിക്കറ്റ് എടുത്തത്. സാർ ഇങ്ങനെ പറഞ്ഞാൽ എന്റെ ട്രാവൽ ഏജൻസി കുളം തോണ്ടി പോകത്തുള്ളൂ. വിധിയെ തടുക്കാൻ ഈശ്വരന് പോലും കഴിയില്ല. എന്റെ വിധി സാറിന് മാറ്റാൻ നോക്കും. എന്റെ പേരും പറഞ്ഞ് വേറെ ആരെങ്കിലും ടിക്കറ്റ് എടുത്താൽ ഞാൻ എങ്ങനെ ഉത്തരവാദിയാകും? ഇവൻ ആരടാ? ടിക്കറ്റ് ക്യാൻസൽ ചെയ്താൽ പണം മടക്കി കിട്ടുമല്ലോ. പലിശക്ക് പണം എടുത്ത് വാങ്ങിച്ച ടിക്കറ്റ് ആ പലിശ താണ്ടല്ലോ. താൻ മുകുന്ദൻ എന്താ വിളിച്ചത്? താനെന്നോ? അല്ല സാർ, നമ്മളുള്ള പ്രശ്നത്തിന് ഇയാൾ കയറി ഇടപെടുന്നതിന്. ഇടപെടോ? ഇനി അങ്ങോട്ട് ഈ സ്ഥാപനത്തിന്റെ എല്ലാ ചുമതലയും മുകുന്ദനാണ്. എന്റെ മകളുടെ ഭർത്താവാകാൻ പോകുന്ന ആളാണ് മുകുന്ദൻ. മനസ്സിലായോ? സാറിന്റെ മകളുടെ? അയ്യോ സാർ, ഇയാള് കല്യാണം കഴിച്ചതാ. ആ നിൽക്കുന്ന സ്ത്രീയാ ഇയാളുടെ ഭാര്യ. എന്താടാ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് എനിക്ക് അറിയാവുന്ന സത്യം, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ട സത്യം. എന്റെ അമ്മാവ് സാക്ഷിയാണ്. സാറിന് വിശ്വാസമില്ലെങ്കിൽ ഞാൻ എന്റെ അമ്മാവ് വിളിച്ചോണ്ടരാം. അല്ലെങ്കിൽ എന്തിനാ? 1 മിനിറ്റ് സാർ. പറ, സത്യം പറ. ആ നിൽക്കുന്ന മനുഷ്യനല്ലേ ചേച്ചിയുടെ ഭർത്താവ്? സത്യം പറ, പറ, സത്യം പറ. സത്യം എന്നത് തുറന്ന് പറ. പറ, 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 സത്യം പറ, പറ.